ഒരുപക്ഷെ നിങ്ങളൊരു ഡിവോഴ്സിൽ കൂടി കടന്നു പോകുന്ന ആളായിരിക്കാം. ചുറ്റുമുള്ളവർ ഒരുപാട് പല റീസൺ കൊണ്ടായിരിക്കും നിങ്ങളെ പഴിക്കുന്നത്. ആ സ്ത്രീയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ആ സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നത് അവളുടെ ഭർത്താവ് അല്ലതാനും. മനുഷ്യരുടെ മുമ്പിലുണ്ടായിരുന്ന മതിപ്പ് ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ ഉച്ച നേരത്ത്, മധ്യാഹ്ന നേരത്ത് പക്ഷേ അവളെ കാത്തിരുന്നത്, ആ കിണറ്റിൻ്റെ കരയിൽ അവളെ കാത്തിരുന്നത് ആരായിരുന്നു? ഹൂം ഡിഡ് ഷി മീറ്റ്? ഷി മെറ്റ് ട്രൂ ലവ്. ഷി മെറ്റ് ട്രൂ ലവ്. യേശു എന്ന നിത്യ സ്നേഹത്തെയാണ്, സത്യ സ്നേഹത്തെയാണ് അവൾ അവിടെ ദർശിച്ചത്. അവളെ പരിഹസിക്കാനോ അവളെ കുറ്റം വിധിക്കാനോ പാപക്കറ കൊണ്ട് മൂടിയിരുന്ന നിന്റെ നടുവ് ഞാൻ ഒടിക്കും എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്താനോ ഒന്നുമല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത വീഥികളിൽ നിന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോകുമ്പോൾ അവിടെയും എത്തും ട്രൂ ലവ് കാണിക്കാൻ വേണ്ടി. മേ ബി ഷി വാസ് അൺലക്കി ഇൻ ലവ്. പക്ഷെ അവളെ സന്ദർശിക്കുകയാണ് നിത്യസ്നേഹം, സത്യസ്നേഹം. എന്നിൽ നിന്ന് കുടിക്കുന്നവർ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് യേശു അവളോട് പറയുന്നത്. ഇത് മാത്രമല്ല, യേശു അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഐ ആം ഹി, ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് അവളോടും യേശു പറയുന്നുണ്ട്. അവൾക്കും വിശ്വാസം വരുന്നുണ്ട്. ഇന്ന് പലർക്കും ആ വിശ്വാസമില്ല എന്നുള്ളത് തികച്ചും ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും ഈ സ്ത്രീയെ സന്ദർശിച്ച യേശു നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇന്നും സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ വഴികളിൽ അവരും കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളൊരു ഡിവോഴ്സിൽ കൂടി കടന്നു പോകുന്ന ആളായിരിക്കാം. ചുറ്റുമുള്ളവർ ഒരുപാട് പല റീസൺ കൊണ്ടായിരിക്കും നിങ്ങളെ പഴിക്കുന്നത്. പക്ഷേ നിങ്ങളെ പഴിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയല്ല. യേശു നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാൻ, അവൻ്റെ സ്നേഹം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ വഴികളിൽ ഇന്നും യേശു നിൽക്കുകയാണ്. കണ്ണ് തുറന്ന് യേശുവിനെ നിങ്ങൾ കാണുക. True love is waiting for you.